കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് സമൂഹത്തിൽ വലിയ തോതിൽ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടകളോട് പുലർത്തുന്ന സമീപനം, വിവിധ കേസുകൾ സ്വാധീനത്തിന്റെ പുറത്ത് അത് പല തലങ്ങളിൽ ഇല്ലാതാകുന്ന പശ്ചാത്തലം, വിചാരണ അടക്കമുള്ള കാര്യങ്ങളിലുള്ള മെല്ലപ്പോക്ക്, കുറ്റപത്രം സമർപ്പിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട പോലീസുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ചയാണ് ന്യൂസ് ട്രെൻഡ്സ് ചർച്ചയ്ക്കെടുക്കുന്നത്. പരാതി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്നുമാണ്. പരാതി നൽകിയത് പോക്സോ കേസിൽ ഇരകളായ 2 കുട്ടികളുടെ മാതാപിതാക്കളാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ ഇനിയുള്ള ഓരോ നിമിഷവും പ്രേക്ഷകർ ഞെട്ടും. നമ്മുടെ പോലീസ് സംവിധാനം ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത്. ഈ കേസ് പിൻവലിക്കാൻ, ഈ പോക്സോ കേസ് പിൻവലിക്കാൻ ഇരകളായ ഈ കുട്ടികളുടെ മാതാപിതാക്കളെ പോലും കേസിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. അത് സാമ്പത്തിക തട്ടിപ്പടക്കം എന്നുള്ളത് പ്രധാനമാണ്. മാതാവ് പോലും ജയിലിൽ കിടക്കേണ്ട പശ്ചാത്തലം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഈ പോക്സോ കേസിൽ പ്രതികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ കുട്ടികളുടെ പിതാവിൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും നമുക്ക് എങ്ങനെ ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുമോ എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. ഉന്നത സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം, ഒപ്പം സമൂഹത്തിലെ മതപരമായ ചില സ്വാധീനങ്ങളിലേക്ക് പുറത്ത് സംഭവിക്കുന്ന വിഷയങ്ങളായി ഇത് മാറുകയാണ്. ഈ മാതാപിതാക്കൾ കണ്ണീരോടെ ന്യൂസ് 18നോട് പലതും വെളിപ്പെടുത്തി. ഇവർ ഈ മാതാവ് ജാമ്യം കിട്ടി തിങ്കളാഴ്ചയാണ് പുറത്തിറങ്ങുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസ് പോലും കെട്ടിച്ചമച്ചാണെന്ന് പറയുന്നു. ഈ കേസ് നൽകിയിട്ടും ഈ ചൈൽഡ് ലൈനിനെ അടക്കം സ്വാധീനിച്ച് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും മുന്നോട്ട് പോയിട്ടില്ല. കോടതി ഇടപെടലിൽ മാത്രം ഒരു കേസിൽ വിചാരണ ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. 8ഉം 9ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് ഈ ഗതികേട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. പോലീസ് വലുതോതിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഉന്നത സ്വാധീനമുള്ളവരുടെ സ്വാധീനത്തിൽ ഈ കേസ് ഒന്നുമില്ലതായി പോയിരുന്ന പശ്ചാത്തലമാണ് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഇതിന് പിന്നിൽ വക്കീലന്മാരടക്കം, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അഭിഭാഷകരടക്കം ഇടപെടുകയും പലരെയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ളതും നിർണായകമായ കാര്യമാണ്. നമുക്ക് ആദ്യം ഈ മാതാപിതാക്കളുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഞങ്ങളുടെ പ്രതിനിധി ടോം കുര്യാക്കോസുമായി തങ്ങളുടെ അനുഭവം ഈ മാതാപിതാക്കൾ പങ്കുവച്ചു. ഇവർ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് അവധിക്കാലത്തേക്ക് ഈ പറഞ്ഞതുപോലെ കുട്ടികളെ ഇവരുടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് വിടുന്നു. പിന്നീട് കുട്ടികളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. തുടർന്ന് ഇവർ നാട്ടിലെത്തുമ്പോഴാണ് ഈ കുട്ടികളുടെ വായിൽ നിന്ന് തന്നെ, അവരുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് തന്നെ ഈ കഥ, ഇത്തരത്തിൽ വലിയൊരു പീഡനത്തിന്റെ വിഷയം ഇവർ മനസ്സിലാക്കുന്നത്.